ആർക്കറിയാത്തത്? ഇന്നത്തെ ചെറുപ്പക്കാരുടെ മുടിയിലൊക്കെ അടിച്ചിരിക്കണ പെയിന്റൊക്കെ കണ്ടാ അറിയാലോ. എടാ ഒതുവെടുത്താൽ ശരിയാവൂല എന്ന് ഓന് തന്നെ നല്ലപോലെ അറിയാം. അതുകൊണ്ടാണല്ലോ മറ്റേ മെഷീനൊക്കെ വെച്ച് ഉണക്കി അങ്ങോട്ട് എടുക്കണത്, പെയിന്റ് അടിച്ച് ഉണക്കി എടുക്കണേ. ഇതറിയാത്ത ഏത് ചെറുപ്പക്കാരനാണ്? ഞാൻ പറഞ്ഞത് അല്ലാണ്ട് നീ പള്ളിയിലെങ്ങും പോണ്ടാട്ടാ. എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞു, നീ പള്ളിയിൽ പോയാ നീ നരകത്തിൽ പോത്തേ ഉള്ളൂ, നിന്റെ ആക്കിബത്ത് മോശമായി പോകും. നീ പള്ളിക്കകത്ത് ഒതുവില്ലാതെ കയറി അള്ളാനെ കളിയാക്കുന്ന എന്തിനാ? ഈ മുടിക്കകത്ത് കളർ പഠിച്ച് പെയിന്റ് പഠിച്ച് കിടക്കുക ചെറുപ്പക്കാർ. പെണ്ണുങ്ങളൊക്കെ കയ്യിലൊക്കെ പോയി ഓരോ സാധനങ്ങൾ തെച്ചിട്ട് നടക്കുന്നവരുണ്ട്. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്തിനാ അള്ളാനെ കളിയാക്കണേ? ഈ പള്ളിയിൽ പോയില്ലെങ്കിൽ പോയില്ല എന്നുള്ള ആ പാവമല്ലേ ഉള്ളൂ. നിസ്കരിച്ചില്ല, എന്തിനാ അള്ളാന്റെ മുന്നിൽ പോയി നിന്നൊരു കോമാളിത്തരം കാണിക്കണം? അള്ളാനെ കളിയാക്കുന്ന പാവം കൂടെ. ഒതുവില്ലാതെ നിസ്കരിച്ച പാവമല്ലേ നീ? ഹൗലിന്റെ കരയിൽ നിന്നിട്ട് ഈ മുടി ഇട്ടുകൊണ്ട് പോയിട്ട് നീ വെള്ളം കോരി നനച്ചാൽ അത് നനയൂല, നിനക്കറിയാം. കീറി പറഞ്ഞ പാൻറ് വിട്ടുകൊണ്ട് നേരെ ഒരു പാൻറ് ഇടാ, നല്ല പാൻറ് ഇടാ മക്കളെ. പൈസ കൊടുത്തിട്ട് കീറി പറഞ്ഞ ഔറത്തല്ലേടാ, ഔറത്തല്ലേ ചെറുപ്പക്കാരാ. നല്ല പാൻറ്റൊക്കെ മേടിച്ചിട്ട് കീറി പറഞ്ഞ ഒരു പാൻറ് വിട്ടുകൊണ്ട് പള്ളിക്കകത്ത് കയറി പോയി നിന്നിട്ട് പടച്ചോന്റെ റുബി നിന്നിട്ട് എന്താ കാണിക്കണം? അള്ളാനെ കളിയാക്കിയിട്ട് ആക്കിബത്ത് മോശമായി പോകും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പെങ്ങന്മാരെ ഒതുവെടുക്കുന്ന നിസ്കരിക്കുക. പെണ്ണുങ്ങളുടെ ഒതുവെടുപ്പ് എന്ന് പറഞ്ഞാൽ വസുവാസിൽ ഹന്നാസ് എന്ന് പറയുന്നൊരു വിഭാഗം ഉണ്ടല്ലോ. എന്താപ്പാ എന്നാ ഒരു ടാങ്ക് വെള്ളം മൊത്തം കളയുന്ന പെണ്ണുങ്ങളുണ്ട്. ഒരു ടാങ്ക് അടുത്തൊരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദ് എന്റെ മൂക്ക് 18 വയസ്സാ ഉസ്താദ്, കുളിക്കാൻ കയറിയ ഇറങ്ങണില്ല ഉസ്താദ്, ഒതുവെടുക്കാൻ പോയ പൈപ്പ് തുറന്നങ്ങ് വിട്ടിരിക്കുക, വല്ല പരിഹാരം? ഞാൻ പറഞ്ഞു, പച്ചമടല് വെട്ടിട്ട് തല്ലാൻ പറഞ്ഞു, വേറെന്ത് ചെയ്യാൻ? അതേ ഉള്ള വഴി, വേറൊന്നുമില്ല. വസ്വാസ് എന്ന് പറയുന്നത് ഒരു രോഗമാണ്. വസ്വാസ് എന്ന് അതൊരു ശൈത്താന്റെ ഉപദ്രവം. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതെ, ആർക്കാ ഉണ്ടാവണേ? അത് ആർക്കാ ഉണ്ടാവണേ? കക്കൂസി പോകുമ്പോഴും മൊബൈലും കൊണ്ടാ കയറണേ. അതിനകത്തിരുന്നിട്ട് പഠിച്ചാനെ ഉത്തര വാട്സപ്പ് എവിടെ? കക്കൂസിന്റെ അകത്ത്. എടാ അത് ശൈത്താൻ താമസിക്കുന്ന സ്ഥലമാണ്. നീ എന്തിനാ അവിടെ പോയി ഒരുപാട് നേരം ഇരിക്കണേ? ഇന്ന് സഹോദരൻ മൊബൈലിൽ ഇടുന്ന ബാത്റൂമിന്റെ അകത്ത് പോയിരിക്കുക. ഇപ്പൊ കാമുകന് മെസ്സേജ് ഇടുന്നത് അതിനകത്തിരുന്ന, പിന്നെ ശൈത്താൻ കൂടിയില്ലെങ്കിലല്ലേ ഉള്ളൂ. അവസാനം എന്റെ അടുത്ത് ചോദിച്ചു, എന്തേ ഉസ്താദ് ചെയ്യേണ്ടതെന്ന്. ഞാൻ പറഞ്ഞു, ഒറ്റ വഴിയുള്ളൂ, തല്ലി മടുത്തു ഉസ്താദ്. ബാത്റൂമിന്റെ വാതിലൊക്കെ പൊട്ടി, എന്നിട്ട് എന്റെ മൂക്ക് മാറ്റമൊന്നുമില്ല. ഞാൻ പറഞ്ഞു, ഒരു വഴിയേ ഉള്ളൂ, ഒരു വഴിയേ ഉള്ളൂ. 2 ബക്കറ്റ് വെള്ളം എടുത്ത് ബാത്റൂമിൽ വെക്കണം ഇവള് കുളിക്കാൻ കയറുമ്പോ, എന്നിട്ട് പോയി വാൽവ് അങ്ങ് അടയ്ക്കണം. കുളിക്കുന്നെങ്കിൽ ആ വെള്ളത്തിൽ കുളിക്കട്ടെ, ഇല്ലെങ്കിൽ അവള് കുളിക്കണ്ട. അങ്ങനെ തന്നെ, വേറെ വഴിയൊന്നുമില്ല. നിങ്ങൾ ചെയ്യേണ്ടത്, വിശ്വാസമുള്ള പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവർക്ക് 2 ബക്കറ്റ് വെള്ളം എടുത്തു കൊടുക്കണം. ഈ വെള്ളത്തിൽ കുളിച്ച് ശുദ്ധിയാകുമെങ്കിൽ ശുദ്ധിയായാൽ മതി, ഇല്ലെങ്കിൽ കുളിക്കണ്ട. അങ്ങനെ തന്നെ നടന്നു വാൾവ് അടച്ചേക്കണം, വേറെ ഒരു വഴിയില്ല. അങ്ങനെ നിന്റെ മോള് ആ വെള്ളത്തിൽ കുളിച്ചു പഠിക്കണം. അപ്പൊ അവക്ക് മനസ്സിൽ ഒരു ധാരണയാണ്, ഒതുവെടുക്കാൻ ഒരു പാത്രം വെള്ളമേ കൊടുക്കാവൂ, ബക്കറ്റും കൊടുക്കരുത്. ഒരു പാത്രം വെള്ളത്തിൽ എന്നിട്ട് നിസ്കരിക്കാൻ നിൽക്കുമ്പോൾ പുറകെ പോയി നിൽക്കണം. എല്ലാവരും നല്ല ചൂലും എടുത്തോണ്ട് നിൽക്കണം. സൗണ്ട് വെളിക്കിട്ട് അവിടെ ഇട്ട് കൊടുക്കണം. അങ്ങനെ അടിച്ച ശൈത്താനെ പുറത്താക്കണം. ഈ സൂറത്ത് മക്കൾക്ക് എപ്പോഴും ഓതി കൊടുക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ചിരിക്കൊന്നും വേണ്ട, ഇത് വരാൻ വലിയ താമസമൊന്നുമില്ല. കണ്ടിട്ടില്ലേ ഹൗദിന്റെ കരയിൽ അള്ളാഹുവിനെ ബാങ്കം വിളിച്ച് നിസ്കാരവും കഴിഞ്ഞ് പോയ ഞാൻ ഈ ഒരിടത്ത് പോയി എന്റെ നാട്ടിൽ പത്തനാപുരത്ത് മഗ്രിബ് നിസ്കാരത്തിന് ഒരു റക്അത്ത് കഴിഞ്ഞാൽ പോയ അവസാനം പടച്ചോനെ ഞാൻ ഇമാമു സലാം വീട്ടിട്ട് ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചു. അത്തഹിയാത്തിലിരിക്കുമ്പോ ഞാൻ സലാത്ത് പറയും. ഞാൻ അത്തഹിയാത്തിൽ ഇരുന്നിട്ട് അടുത്തിരുന്നിട്ട് ഒരാള് അല്ലാഹും അവിടെ ഇങ്ങനെ കൈ ഇറക്കൊണ്ടിരിക്കുക. അവിടെ യുദ്ധം നടക്കാൻ അങ്ങനെ അല്ലാഹും. എന്റെ ഒന്നാമത് തെറ്റി, വീണ്ടും ആദ്യം പോലെ ഓതാൻ തുടങ്ങി. രണ്ടാമത് തെറ്റി, എനിക്ക് അവസാനം ഞാൻ നിസ്കാരം അസ്സലാമു അലൈക്കും തിരിഞ്ഞു നോക്കിയപ്പോ ഒരു ചെറിയ പയ്യൻ 10-12 വയസ്സുള്ളൂ. ഓനായിരുന്നിട്ട് ഇങ്ങനെ കറക്കണത്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എന്താണ് ഒളുവെന്നറിയും? പഠിച്ചോ. എന്താ ഒളുവ്? ഒളുവെടുക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു തരുന്ന പ്രതിഫലം എന്താ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, ഒരിക്കൽ അള്ളാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് 70,000 മലക്കുകൾ അടങ്ങുന്ന ഒരു സൈന്യവുമായിട്ട് മുഖറബുൽ അംലാഖ് മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരികയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിന്റെ മുന്നിൽ ഒരു സിംഹാസനം കൊണ്ടുവന്നിട്ടു. എന്നിട്ട് അതിനകത്ത് കയറിയിരിക്കുകയാണ്. എന്നിട്ട് തന്റെ ചിറക് കൊണ്ട് ഭൂമിയിലടിക്കുകയാണ്. അവിടെ നിന്ന് വെള്ളം ഇങ്ങനെ പൊട്ടുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നബിയേ യാ അല്ലാഹുവിന്റെ നബിയേ, ഉളുവെടുക്കേണ്ടത് എങ്ങനെയാണെന്ന് കണ്ടുപഠിച്ചോ നബിയേ. ജിബ്രീൽ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തു. ഉളുവെടുക്ക് നബിയേ. മുത്തുനബി അതുപോലെ ഉളുവെടുത്ത് കാണിച്ചു കൊടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സ്വഹാബാ എങ്ങനെയാണ്
എങ്ങനെയാണ് ഒതുവെടുക്കേണ്ടതെന്ന് പഠിച്ചോ സഹാബ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഒതുവെടുത്ത് കാണിച്ചു കൊടുക്കുകയാണ്. സഹാബികൾ എല്ലാവരും കണ്ടുപഠിച്ചു, എല്ലാവരും ഒതുവെടുത്തു. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, സഹാബത്ത്, ആരെങ്കിലും ഞാൻ ഒതുവെടുത്ത് കാണിച്ചു തന്നതുപോലെ നിങ്ങൾ ആരെങ്കിലും ഒതുവെടുത്താൽ അല്ലാഹു നിങ്ങളുടെ പാപം പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം, ഒതുവെടുത്താ കിട്ടുന്ന പ്രതിഫലം. പെങ്ങളെ, നീ അതാ കൈ കഴുകുമ്പോൾ കൈകൊണ്ട് ഒരുപാട് പാപം നീ ചെയ്തതല്ലേ മോളെ, ഒരുപാട് പാപങ്ങൾ പിടിച്ചതല്ലേ, ഒരുപാട് പാപങ്ങൾ. അല്ലാഹുവേ, മൊബൈലിലൂടെ നീ മെസ്സേജ് എഴുതിയത് ഈ കൈ കൊണ്ടാണ്, ഈ കൈ കൊണ്ടാണ്. അല്ലാഹു പൊറുക്കാൻ പാടില്ലാത്ത പല പാപങ്ങളും ചെയ്തു പോയത് ഈ കൈ കൊണ്ടാണ് പെങ്ങള്. കാണാൻ പാടില്ലാത്തത് അല്ലാഹുവേ, നിന്റെ മുഖം കഴുകുമ്പോൾ ഈ കണ്ണുകൊണ്ട് ഹറാം കണ്ടവനാണ്, ഈ കണ്ണുകൊണ്ട് സെക്സ് കണ്ടവനാണ്, അന്യ പെണ്ണിന്റെ ഔറത്ത് കണ്ടവനാണ്. മോനെ, ഈ കണ്ണ് നിനക്ക് കഴുകി ശുദ്ധമാക്കണ്ടേടാ ചെറുപ്പക്കാരാ. മുഖം കഴുകുമ്പോൾ, കണ്ണ് കഴുകുമ്പോൾ കണ്ണുകൊണ്ട് കണ്ട പാപമാ. ഈ നാവ് കൊണ്ട് എത്രയോ വൃത്തികേടുകൾ, പച്ച സെക്സ് പാതിരാത്രി ഇരുന്ന് പറഞ്ഞവനല്ലേ, എത്രയോ ചീത്ത വിളിച്ചിട്ടുണ്ട്, എത്രയോ അന്യവന്റെ ഇറച്ചി തിന്നതെല്ലാം ഈ നാവ് കൊണ്ടല്ലേ ചെറുപ്പക്കാരാ. വാ കഴുകുമ്പോൾ മോനെ നിന്റെ നാവ് കൊണ്ട് പറഞ്ഞ പാപമാട്, ചെവി കഴുകുമ്പോൾ ചെവി കൊണ്ട് കേട്ട പാപമാട്, കാല് കഴുകുമ്പോൾ കാലുകൊണ്ട് നടന്ന പാപങ്ങളാട്. ഒതുവെടുത്ത് കഴിയുമ്പോ നിന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു തരികയാ. എന്തിനാടാ ഒതുവെടുക്കുന്നത്? എന്തിനാ മോനെ ഒതുവെടുക്കുന്നത്? ഈ പ്രപഞ്ചം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലിക്കുൽ ജബ്ബാറായ സർവാധിനാഥനായ സർവാധിപരനായ റബ്ബുൽ ഇസ്സത്തായ റബ്ബിനെ കാണാനല്ലേടാ, അല്ലാഹനെ കാണാനല്ലേ മോനെ ഒതുവെടുക്കുന്നത്? അല്ലാഹനെ കാണാനാ ഒതുവെടുക്കുന്നത്, അല്ലാഹന്റെ മുന്നിൽ നിൽക്കാനാ ഒതുവെടുക്കുന്നത്. അതുകൊണ്ടാണ് മഹാന്മാര് ഹൗദിന്റെ കരയിൽ നിന്ന് ഒതുവെടുക്കുമ്പോ കണ്ണിലൂടെ കണ്ണുനീര് വരികയാ, കൈകാല് വിറയ്ക്കുകയാ. എന്തിനാ തങ്ങള് ഒതുവെടുക്കുമ്പോ എന്തിനാ കരയുന്നത്? മോനെ, അല്ലാഹനെ കാണാനാടാ, എന്റെ റബ്ബിനെ കാണാനാണ് ഞാൻ ഒതുവെടുക്കുന്നത്. എങ്ങനെ കരയാതിരിക്കും ചെറുപ്പക്കാരാ? എന്റെ റബ്ബിന്റെ മുന്നിൽ പോയി നിൽക്കാനാണ്. ഈ പാപവുമായിട്ട് ഞാൻ എങ്ങനെ പോകാരാ? എന്റെ അല്ലാഹന്റെ മുന്നില് എങ്ങനെ ഒരു പാപിയെ പോലെ ഞാൻ പോയി നിൽക്കുന്നത് എങ്ങനെയാണ്? അതുകൊണ്ട് മോനെ, ഒതുവെടുക്കുമ്പോ സൂക്ഷ്മതയോടുകൂടി ഒതുവെടുക്കടാ ചെറുപ്പക്കാരാ. ഒരു ഒതുവെടുത്ത് കഴിയുമ്പോ ഉമ്മ പ്രസവിച്ചതുപോലെ, നിന്റെ ഉമ്മ പ്രസവിച്ചതുപോലെ പാപങ്ങൾ മുഴുവനും അല്ലാഹു കഴുകിക്കളയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഒന്നുവോ കളിയല്ല, ഒന്നു തമാശയല്ല, നിനക്ക് കോമാളിത്തരം കാണിക്കാനുള്ളതല്ല. പെങ്ങളെ, സൂക്ഷ്മതയോടുകൂടി ഒതുവെടുത്ത് പാപങ്ങൾ മുഴുവനും കഴുകിക്കളഞ്ഞിട്ട് ഇനി മുതൽ ഒതുവെടുക്കുമ്പോ നിന്റെ മനസ്സിൽ ചിന്ത വരണം, ഒരിക്കലും തിരുതി കാണിക്കരുത്, ഒരിക്കലും തിരുതി കാണിക്കരുത്. ഇമാം ഗസാലി തങ്ങൾ പറയുന്നുണ്ട്, ഈമാനുള്ള ഒരു മനുഷ്യന്റെ അടയാളം 4 എണ്ണമാണ്. ഈമാനുള്ള ഒരു മനുഷ്യന് 4 അടയാളമുണ്ട്. ഈമാനുള്ള മനുഷ്യന് 4 അടയാളമുണ്ട്. ആ 4 അടയാളത്തിൽ ഒരു അടയാളം എന്തെന്നറിയുമോ? സമാധാനത്തോടെ സൂക്ഷ്മതയോടുകൂടി ആരെങ്കിലും ഒളിവെടുക്കുന്നത് കണ്ടാൽ അത് ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസാലി തങ്ങൾ പറഞ്ഞു തരുമ്പോ സമാധാനത്തോടുകൂടി ഒളിവെടുക്കൂ. നീ ഒളിവെടുത്തിട്ട് ചെറുപ്പക്കാരാ, പള്ളിയിൽ പോയി ജമാഅത്തായി നിസ്കരിച്ചാൽ 27 ഇരട്ടി പ്രതിഫലം കിട്ടുമെന്ന ആഗ്രഹത്തോടെ നീ അതിനു വേണ്ടിയാണ് പള്ളിയിൽ പോകുന്നത്. പക്ഷേ ഒളിവെടുത്തിട്ട് പള്ളിക്കകത്ത് കടന്നു ചെല്ലുമ്പോ നമസ്കാരം തീർന്നു പോകുമോ എന്ന ഭയത്തിലല്ലേ നീ അലസത കാണിക്കുന്നത്? എങ്കിലും ചെറുപ്പക്കാരാ, മോനെ
ധൃതിയിൽ ഉളവെടുത്ത് അതാ നേരെ ഉളവെടുക്കാതെ പള്ളിക്കകത്ത് പോയി പടച്ച റബ്ബിനെ കളിയാക്കിയാൽ മരിക്കുന്ന സമയത്ത് നിനക്കില്ല പറഞ്ഞു മരിക്കാൻ നിനക്ക് കഴിയില്ല. നിന്റെ ആഖിബത്ത് മോശമാണ്. നിന്റെ ദുനിയാവും പോയി, നിന്റെ ആഖിറത്തും എന്തിനാ നഷ്ടപ്പെടുത്തുന്നത്? പക്ഷേ സമാധാനത്തോടുകൂടി ഒളിവെടുത്തിട്ട് പള്ളിക്കകത്ത് കയറി ചെന്നപ്പോ ഇമാ സലാം വീട്ടിയാൽ അല്ലാഹു നിനക്കാ പ്രതിഫലം തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ.